ജീവിച്ചതുപോലെ നീ ഇവിടെ ജീവിക്കണം. യോബ് ജീവിച്ചതുപോലെ നീ ജീവിക്കണം. യേശു ജീവിച്ചതുപോലെ ദൈവത്തിൽ നീ ജീവിക്കണം. നിന്റെ മുമ്പിൽ അമ്പായി നിൽക്കുന്ന എല്ലാ ദോഷവും ദൈവം നിന്റെ ജീവിതത്തിൽ ഗുണമാക്കി തീർക്കും. നല്ലവനെ വല്ലവനെ പൊന്ന് കാന്തനെ ഹല്ലൽ തീർക്ക എന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലവനെ പൊന്ന് കാന്തനെ ഹല്ലൽ തീർക്ക എന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോടട്ടോട് ആമേൻ. തുല്യമില്ല വീണകളേണ്ടി ഈ ഹല്ലേലൂയ ഗാനം പാടി ടുവാനായി ഹല്ലേലൂയ പാണിടുവാനാ. കുറച്ച് കാലത്തിന് മുമ്പ് നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സീനിയർ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് കുടുംബമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് 4 പെൺകുട്ടികൾ. ഒന്നിനും വിവാഹമാവുകയില്ല. എന്റെ മുമ്പിൽ മുട്ടുകുത്തി വന്ന് എന്നും ഹൃദയം നുറങ്ങിക്കരയും. ഞാൻ യേശുവിന്റെ നാമത്തിൽ ആശ്വസിപ്പിച്ചയക്കും. നിങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ അതുമാത്രം മതി എന്ന് പറഞ്ഞിട്ട് 4 പെൺകുട്ടികളെയും വിവാഹം ചെയ്യുവാൻ പയ്യന്മാരെ എന്റെ ദൈവം അയക്കും. Until then, wait. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. 4 പെൺകുട്ടികൾ, ഭാര്യയും ഭർത്താവും 6 പേരും വേളാഴ്ച വൈകുന്നേരം വരുമ്പോൾ ഓരോരുത്തരും ഓരോ ബൈബിളും കയ്യിലെടുത്ത് വരിയായിട്ട് വരും, ഇവിടെ ഇരിക്കും. കല്യാണമാകത്തില്ല. ഒരു നാൾ ഇവർ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആ സമയം നോക്കി തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഹൈ റാങ്കിങ് ഓഫീസർ അതിൽ മൂത്ത കുട്ടിയെ പെണ്ണ് കാണുവാൻ വീട്ടിൽ വന്ന് വീട് അടച്ചു കിടക്കുന്നു. അയൽവക്കക്കാരനോട് ചോദിച്ച്, അയൽക്കാരൻ നല്ലത് പറയുമോ? അയ്യോ, അവരോ വ്യാഴാഴ്ച വൈകുന്നേരം വന്നാൽ, ഞായറാഴ്ച വൈകുന്നേരം വന്നാൽ, 2ാം ശനിയാഴ്ച രാവിലെ വന്നാൽ ഓരോ ബൈബിളും തൂക്കിയിട്ട് ഇങ്ങോട്ട് പോകും. എവിടെ പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പയ്യനും അമ്മയും അപ്പനും ഓണം കിട്ടിയതുപോലെ സന്തോഷിച്ച്, ഓ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കുടുംബം, പ്രാർത്ഥനയ്ക്ക് പോകുന്ന കുടുംബം. ഇങ്ങനെ ഒരു കുടുംബം തന്നെ ഞങ്ങൾക്ക് ആവശ്യം. അയൽക്കാരൻ പറഞ്ഞത് ഈ കുട്ടിക്ക് കല്യാണമേ നടക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചാട്ട് പറഞ്ഞത്. പക്ഷെ ഇവർ പെണ്ണെടുക്കാൻ വന്നത് പ്രാർത്ഥനയ്ക്ക് പോകുന്ന കുടുംബത്തിൽ നിന്ന് തന്നെ. അവർ ഒരിക്കലും ചിന്തിച്ചിരിക്കാത്ത രീതിയിൽ ആ വിവാഹം ഉന്നത അവസ്ഥയിൽ, ഇന്ന് അവർ 2 പേരും ഉന്നത അവസ്ഥയിലായിരിക്കുന്നത്. ആമേൻ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം നിന്നെ ദോഷത്തിൽ കെട്ടിയിറക്കുന്ന ദൈവമല്ല. നിന്റെ ജീവിതത്തിൽ ഗുണം കൊണ്ട് നിറയ്ക്കുന്നവൻ, നന്മ കൊണ്ട് നിറയ്ക്കുന്നവൻ, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നവൻ, ഉയർച്ച കൊണ്ട് നിറയ്ക്കുന്നവൻ, സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവൻ, കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നവൻ, അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നവൻ, അന്യഭാഷ കൊണ്ട് നിറയ്ക്കുന്നവൻ, രോഗസൗഖ്യം കൊണ്ട് നിറയ്ക്കുന്നവൻ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നവൻ, ഉയർച്ച കൊണ്ട് നിറയ്ക്കുന്നവൻ. നിന്റെ കുടുംബത്തിന്റെ വളർച്ച കണ്ടിട്ട് നിനക്ക് വിരോധമായി ഇല്ലാതതും പൊല്ലാതതും പറഞ്ഞു പരത്തുന്ന ആസിയ കണ്ണുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടിപ്പോകുന്നു മകള്, പൊട്ടിപ്പോകുന്നു മകന്. എല്ലാ ദോഷവും ഗുണമാക്കി തീർക്കുന്ന നല്ല ദൈവം.
സങ്കീർത്തനക്കാരൻ എഴുതുന്നു. സങ്കീർത്തനം 146 9-ാം വചനത്തിലെ സങ്കീർത്തനം 31:23 ഇംഗ്ലീഷ് വാക്കുകൾ വളരെ മനോഹരമാണ്. The seed of the wicked shall be cut off. Amen. The seed of the wicked shall be cut off, and God preserves his saints. ദുഷ്ടന്റെ തലമുറയെ ദൈവം ഛേദിച്ചു മാറ്റും, തന്റെ വിശുദ്ധന്മാരെ ദൈവം സംരക്ഷിക്കും. ആമേൻ. ദോഷം അമ്പുപോൽ വന്നാലും ദോഷത്തിന് വിട്ടുകൊടുക്കുകയില്ല, അതെല്ലാം ഗുണമാക്കി തീർക്കുന്ന ദൈവം. ലോകം എമ്പാടും ദോഷമാണ്. 1 യോഹന്നാൻ 5:19 നമ്മ പഠിപ്പിക്കുന്നു. The whole world lies under wicked power. Amen. Hallelujah. സർവ ലോകമും ദുഷ്ടന്റെ അധീനതയിൽ. നിന്നെയും എന്നെയും കർത്താവ് നീതിമാനായി ജീവിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നു. ആമേൻ. ബൈബിൾ says, Numbers 24:2, സംഖ്യ പുസ്തകം 24:2, God's prophet Balaam raised his eyes up and saw God's Israelite people encamped tribe by tribe. ലോകം ദുഷ്ടതയാണ്, ലോകം വേശിത്തനമാണ്, ലോകം കള്ളുകുടിയാണ്, ലോകം കൈക്കൂലിയാണ്. പക്ഷെ നിന്നെയും എന്നെയും അതിൽ പെടാതെ നീതിമാനായി ദൈവപൈതലായി ജീവിപ്പാൻ ദൈവം കണ്ടിരിക്കുന്ന ബിലയാം ഇസ്രായേൽ ജനം ഗോത്രം ഗോത്രമായി ഇടകലർക്കാതെ ദുഷ്ടനോട് ചേരാതെ ഗോത്രമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ നീ നീതിമാനായി ജീവിപ്പാൻ ദൈവം കണ്ടിരിക്കുന്നു. 1 യോഹന്നാൻ 4:17 യേശു കർത്താവ് സ്വർഗത്തിൽ എങ്ങനെയോ അങ്ങനെ ഈ ഭൂമിയിൽ നീ ജീവിപ്പാൻ ദൈവത്തിനൊരു പദ്ധതി കൊണ്ട്. അങ്ങനെ നീ ജീവിക്കുമ്പോൾ നിനക്കെതിരായി വരുന്ന സർവദോഷവും ദൈവം ഗുണമാക്കി തീർക്കും. കഴിഞ്ഞ പോളിയോകൾ ആരാധനയിൽ കഴിഞ്ഞ നാളുകൾ വരെ പേയ ദൈവമായി നമസ്കരിച്ച് മലയത്തിനും പാപ്പനം കോടിനും ഇടയ്ക്കുള്ള പാമാം കോട് എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു കുടുംബം കണ്ണീരോട് സാക്ഷി പറഞ്ഞ്, എന്റെ മൂത്ത കുട്ടി 18 വയസ്സ് പയറുപോലെ ജീവിച്ചവൻ ഒരു നാൾ രോഗിയായി എല്ലാം പെട്ടെന്ന് വരും. ഡോക്ടർമാർ ശോധന ചെയ്തപ്പോൾ ക്യാൻസർ അങ്ങേയറ്റം, ഇനി ഒരു നാൾ കൂടെ ഇല്ല, മജ്ജ മാറ്റിവെച്ചാൽ കുറച്ചു നാൾ ജീവിക്കും, 40 ലക്ഷം ചെലവാകും. ഞങ്ങൾ മാറത്തടിച്ച് നിലവിളിച്ചപ്പോൾ ഈ ആരാധനയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. വന്ന് മുട്ടുകുത്തി പേയ ദൈവമായി കുമ്പിട്ടവരാണ് ഞങ്ങൾ. ഈ ദൈവത്തെ ഞങ്ങൾ ആരും പറഞ്ഞു തന്നില്ല. കർത്താവിന്റെ അഭിഷക്ത ദാസൻ മുഖാന്തരം യേശു തന്നെ ദൈവമെന്നുള്ള സത്യവചനം കേട്ട് ഞങ്ങൾ കീഴടങ്ങി. ICU യൂണിറ്റിൽ ഞങ്ങളുടെ മകൻ ക്യാൻസർ അഴുകി നാറുന്ന് 1 മടക്ക് വെള്ളം അവൻ ഉറിഞ്ഞു കുടിച്ചിട്ട് മാസങ്ങളായി. നാറുന്ന ജഡം. കൂട്ടായ്മ കഴിഞ്ഞ് തന്റെ ദാസനോട്, അങ്ങ് പ്രസംഗിക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്ന എന്നാണല്ലോ പ്രസംഗിച്ചത്, ഞങ്ങളുടെ മോന് വിടുവിക്കുമോ? ഞങ്ങളുടെ മോന് സൗഖ്യം തരുമോ നിങ്ങളുടെ ദൈവം? ഞങ്ങൾ പേയ കുമ്പിട്ടവരാണ്. സ്വർഗത്തോട് നിലവിളിച്ച്, there is no healing power within me, healing power is in my God Jesus Christ. ആർക്കും നൽകുവാൻ രോഗസൗഖ്യ ശക്തി എന്നിലില്ല, യേശുവിൽ ഉണ്ട്.
സ്വർഗം നോക്കി നിലവിളിച്ച് അവൻ തന്നെ മറുപടി നൽകി, മക്കളെ, മരണനാഴിക എണ്ണിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് ഈ സെക്കൻഡ് കുറിച്ചിട്ട് കൊള്ളുക, എന്റെ ദൈവം രണ്ടാം ജന്മം നൽകുന്നു. ആ സെക്കൻഡിൽ യേശു തൊട്ട് ക്യാൻസർ കട്ടികൾ മാഞ്ഞ് പുതുജന്മം നൽകി ഇന്ന് പയറുപോലെ ജീവിക്കുന്നു. ദോഷം ഗുണമാക്കി തീർക്കുന്നവൻ. അമ്പ് പോലെ നിന്റെ തലയ്ക്ക് മേലെ ദോഷവുമായി ഡൈവേഴ്സ്, കള്ളുകുടി, വേശിത്തനം, ദുഷ്ടത, പുകവലി, കഞ്ചാവ്, തമ്മിൽ അടി, വെട്ടുകുത്ത്, ക്രിമിനൽ കേസ്, സമാധാനം ഇല്ലായ്മ, ഇണക്കം, പിണക്കം, തകർന്നു പോകുന്ന അവസ്ഥയിൽ എട്ടിരിക്കുന്നുവോ? നിന്റെ ഭാവി ജീവിതം എന്റെ യേശുവിന് ഏൽപ്പിച്ചു കൊടുക്കുമോ? എല്ലാ ദോഷവും ഗുണമാക്കി തീർക്കുന്ന നല്ല ദൈവം. ആമേൻ, 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 ആമേൻ. എന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരട്ട് പാടി ആർക്കുമേ, അന്നു തന്റെ ശുദ്ധരട്ട് പാടി ആർക്കുമേ എന്നെനിക്ക്. ആമേൻ. എന്നെനിക്ക് സാധ്യമോ മഹിൾ സമ്മേളനോ? ആമേൻ. ഓട്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നിലവിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കാം. Here is no limit. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കൂടാരം നിന്റെ മേൽ ഇറങ്ങി വരുന്നു, നിന്റെ മേൽ ഇറങ്ങി വരുന്നു, നിന്റെ മേൽ ഇറങ്ങി വരുന്നു, നിന്റെ മേൽ ഇറങ്ങി വരുന്നു. ദോഷം ഗുണമാക്കി തീർക്കുന്നവൻ, ദോഷം ഗുണമാക്കി തീർക്കുന്നവൻ, ദോഷം ഗുണമാക്കി തീർക്കുന്നവൻ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി, ഓ റഗാലഡണ്ടനഡബ. യേശുവേ, 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 യേശുവേ. എല്ലാരും 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 യേശുവേ. ദോഷം ഗുണമാക്കി തീർക്കുന്ന ദൈവം, ദോഷം ഗുണമാക്കി തീർക്കുന്ന ദൈവം. കീഴടങ്ങുവിൻ, കീഴടങ്ങുവിൻ, കീഴടങ്ങുവിൻ. യേശുവിന് കീഴടങ്ങുവിൻ. രാജാതി രാജാവിന് കീഴടങ്ങുവിൻ. യേശുവേ, 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 യേശുവേ. വാ തുറന്ന് നിലവിളിക്കുക. കീഴടങ്ങുവിൻ, കീഴടങ്ങുവിൻ, കീഴടങ്ങുവിൻ. ടി 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 ടി. അഭിഷേകത്തി ഓ റബലജബരശാലദണ്ഡനഡബ. തീ കട്ടുന്നിടാ, അഗ്നി കട്ടുന്നിടാ, അഗ്നി കട്ടുന്നിടാ. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ നിന്റെ ഉള്ളില് ചിലരെ ബന്ധിച്ച് കീഴടക്കി വെച്ചിരിക്കുന്ന പേ ഓടുന്നു, പേ ഓടുന്നു, മാന്ത്രികം ഓടുന്നു, പേ ഓടുന്നു, ഇരുള് ഓടുന്നു, അന്ധകാരം ഓടുന്നു, ഇരുള് ഓടുന്നു. അത്ഭുത പ്രകാശം നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ അനുഗ്രഹത്തെ മതിൽ കെട്ടി വച്ചിരിക്കുന്ന പേ
നിന്നെ വിട്ട് ഓടുന്നു, നിന്റെ ഭവനത്തെ വിട്ട് ഓടുന്നു, നിന്റെ കുടുംബത്തെ വിട്ട് ഓടുന്നു. ആമേ. എല്ലാ ദോഷവും ഗുണമാക്കി തീർക്കുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഓ ഓ റബലജന ശഗാലദൻ ധനദബലജ ബരശാലദൻ ധനദബ ടി 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 ടി. ഹല്ലേലൂയ. രാജാടി രാജാ വന്നിട്ടുണ്ട്. നിന്നെ ചുറ്റും തീ മതിലായി കട്ടികൾ മാറുന്നു, മുളകൾ തെറിക്കുന്നു, അമ്പുകൾ മുറിയുന്നു. നിനക്ക് വിരോധമായി വിടപ്പെട്ട അമ്പുകൾ മുറിയുന്നടാ, മുറിയുന്നടാ, മുറിയുന്നടാ. It is broken. 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 நல்லவனே வல்லவனே பொன்னு காண்டனே ஹே ஹல்லல் தீர்க்க என்னோ வன்னு சேர்த்திடுமென்னே. ஹே நல்லவனே வல்லவனே பொன்னு காண்டனே ஹே ஹல்லல் சேர்த்திடுமென்னே. ஹே துல்லியமில்லா மோடத்தோடு തുല്യമില്ല. ഹല്ലേലൂയ ഗാനം പാടി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ജോസേപ്പിന്റെ വാക്കുകൾ സ്വന്തം സഹോദരന്മാരോട് കരം നീട്ടി, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എനിക്കെതിരായി ഇവൻ തകർന്നു പോകുകയും നശിച്ചു പോകുമെന്ന് ദോഷം വിചാരിച്ച് ദൈവമോ ഗുണമാക്കി തീർത്ത്. ദോഷം എവിടെ നിന്ന് വരും? നമ്പർ 1 ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ ദൈവമക്കളെ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആമേൻ. ദോഷം വരുന്നത് സാത്താന്റെ അടുക്കൽ നിന്ന്. ദൈവമക്കൾക്ക് ദോഷം വരുന്നത് എഫേസ്യർ 6:12 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദുഷ്ടാത്മസേന. യോഹന്നാൻ 10:10 കള്ളൻ, യോഹന്നാൻ 6:16 ദുഷ്ടൻ, വെളിപ്പാട് പുസ്തകം 12:9 ദൈവജനത്തെ തെറ്റിച്ച് കളയുന്നവൻ. പിശാസിന്റെ അടുക്കൽ നിന്ന് സാത്താന്റെ ഹിസ്റ്ററി ഞാൻ പലവട്ടം നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു പറഞ്ഞതാണ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കും മുമ്പ് തന്നെ സ്വർഗത്തിൽ എബ്രായർ 12 അധ്യായത്തിൻ പ്രകാരം, സങ്കീർത്തനം 103:20 പ്രകാരം സ്വർഗത്തിലെ യഹോവയാം ദൈവം പുറപ്പെടുവിക്കുന്ന കൽപ്പന കേട്ട് അതുപോലെ അനുസരിക്കുവാൻ 1000-10,000 ദൈവദൂതന്മാര് സ്വർഗത്തിലത് ഉണ്ടാക്കി. അതിലെ ഒരു ഘടകം ലൂസിഫർ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന എസെക്കിയേൽ 28:12, എസെക്കിയേൽ 28:17, ഐസയ 14:12 സ്വർഗത്തിലെ ദൈവം സൗന്ദര്യത്തിൽ സമ്പൂർണത, ജ്ഞാനത്തിൽ സമ്പൂർണത ഇവർക്ക് നൽകിയപ്പോൾ ദൈവ സന്നിധിയിലിരുന്ന് അനുസരിക്കേണ്ടവൻ ഹൃദയത്തിൽ ഗർവിച്ച് ഹൃദയത്തിൽ ഉള്ളത് അറിയുന്ന ദൈവം ഇത് അറിഞ്ഞ് അവരെ ഭൂമിയിലേക്ക് വിധിച്ച് തള്ളി ഭൂമിയിൽ വീണ് 1 കൊരിന്ത്യർ 2:10-11 ഇവനാണ് ലോകത്തിന്റെ ആത്മാവ്, ഇവനാണ് സാത്താൻ. സാത്താൻ ദൈവമക്കൾക്ക് തരുന്നത് ഗുണമല്ല, ദോഷമാണ്. ആമേൻ. ഏത് തരത്തിലുള്ള ദോഷം? നമ്പർ 1, യേശു കർത്താവ്
തന്റെ പ്രഥമ ശിഷ്യൻ പത്രോസിനോട് അറിയിക്കുന്നു. ലൂക്കോസ് 22:31-32 വചനങ്ങളിലെ സീമോനെ സീമോനെ, സാത്താൻ നിങ്ങള് കോടമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ച് ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരുപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരുപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരുത്തന്റെ ജീവിതത്തിൽ പേ വരുന്നത് അവനെ നന്നാക്കാനല്ല, അവനെ കൊല്ലുവാനാണ്. 25 ആണ്ടുകൾക്ക് ശേഷം ദൈവം എനിക്ക് തന്ന ഒരു മകനാണ് അഭിഷേക് സുന്ദർ സിംഗ്. 2012 ജനുവരി 20 അവനെ പ്രസവിച്ചു. അവൻ വയറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ശോധന, അഗ്നി ശോധന അതിഭയങ്കരം. ദുഷ്ടപിശാചിനോട് ഡയറക്റ്റ് ഫൈറ്റ് 10 മാസം ഞങ്ങൾക്കുണ്ടായി. അമ്മയെ ചികിത്സിച്ചത് ഒരു ഹൈടെക് ആസ്പത്രിയിൽ 2 ഹൈടെക് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഒന്ന് സാധാരണ ഗൈനക്കോളജി, മറ്റൊന്ന് ഹൈ റിസ്ക് പ്രഗ്നൻസി ഡിപ്പാർട്ട്മെന്റ്. 4-ാം മാസത്തിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ്, അമ്മേ നിങ്ങളുടെ വയറിൽ ഒരു തുണ്ട് കഷ്ണം മാംസമാണ് കിടക്കുന്നത്. there is no life, ജീവനില്ല, അത് എടുത്ത് കളയുന്നതാണ് നല്ലത്. we consulted with God in heaven. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, സ്കാനിങ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാവൽക്കാരൻ സ്വർഗത്തിലുണ്ട്, നമുക്ക് അവനോടൊന്ന് കേൾക്കാം, ശരിയാണോ? 2 പേരും ഒരുമിച്ച് പോയി ഡോക്ടറോട് പറഞ്ഞ്, അതിൽ ജീവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2 കൈയും നീട്ടി ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊള്ളാമേ. അവിടെ പേയുടെ പത്തടി അന്ന് തകർന്ന്. പിന്നെ ഡോക്ടറുടെ നാക്ക് വഴി വന്ന പേ അന്ന് തകർന്ന്. പിന്നെ പേ ഡയറക്റ്റായി വന്ന് അമ്മയുടെ വയറിനെ തൊട്ട് പ്രസ് ചെയ്ത് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പേ 2 തുണ്ടായി. പേ 2 തുണ്ടായിട്ട് 2012 ജനുവരി 12 അവൻ ജനിക്കുന്നതിനും 7 ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് അരുളി ചെയ്ത്, നിന്റെ ഭാര്യയെ കൊണ്ട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക, ഒരു നല്ല മോനെ ഞാൻ നിനക്ക് തരാൻ പോകും. അങ്ങനെ ജനുവരി 20 അവൻ ജനിച്ച്. പേ കൊണ്ടുവരുന്നത് ഗുണമല്ല, ദോഷമാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് ജയിച്ചാൽ നിന്റെ വീട്ടിൽ വരുന്നത് ഗുണമാണ്. പേയുടെ അടുക്കൽ നിന്ന് വരുന്നത് ദോഷമാണ്, ആദ്യ ദോഷം. ഇവിടെ യേശു കർത്താവ് അരുളി ചെയ്യുന്ന, നിന്റെ വിശ്വാസം ഇല്ലാതാകുവാൻ അവൻ എന്നോട് അപേക്ഷിച്ച് ഞാൻ വിട്ടില്ല. വിശ്വാസം ഇല്ലാതെ ആക്കണം. ആമേൻ, ആമേൻ. ദൈവമക്കളുടെ ഉള്ളിൽ വിശ്വാസം വന്നാൽ എന്ത്? അവിടെ ഗുണമുണ്ടാകും. ആദ്യ ഗുണം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-6 വചനങ്ങളില് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ നിനക്ക് പ്ലീസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ദൈവം നിന്റെ പ്രാർത്ഥനയിൽ പ്രസാദിപ്പിച്ചാൽ നീ ആഗ്രഹിക്കുന്നത് നീ നേടിയെടുക്കും. ആമേൻ. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. യു ക്യാൻ ടച്ച് ഹെവൻ. യേശുവിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവ പൈതലേ, നീ താണ ജാതിയോ നീ പഠിപ്പില്ലാത്തവനോ നിനക്ക് സ്വർഗത്തെ തൊടുവാൻ കഴിയും. യു ക്യാൻ ടച്ച് ഹെവൻ. വിശ്വാസം ഇല്ലാതായാൽ അത് പോയി. ഈ വർഷം പുലർന്നപ്പോൾ
ദൈവം എനിക്ക് തന്ന പ്രോമിസ്. സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, ഷാർജ, ബഹ്റിൻ, ഇങ്ങനെ ഗൾഫ് രാജ്യം, കുട്ടി കുട്ടി രാജ്യങ്ങളിലല്ല സുവിശേഷം അറിയിക്കുവാൻ ഇനി നിനക്ക് വാതിലൊരുക്കാൻ പോകുന്നത്. അന്ന് ഐറോപ്പാവിൽ നിന്ന് ഇവിടെ സുവിശേഷമായി വന്ന് ഇന്ന് നിന്നെ ഐറോപ്യ രാജ്യത്തിലേക്ക് സുവിശേഷമായി കൊണ്ടുപോകാൻ പോകുന്നത്. ഇത് ദൈവത്തിന്റെ വിഷൻ. ആ നാളുകളിലാണ് എന്റെ മോൻ ട്രിവാൻഡ്രം പട്ടണത്തിൽ ഒരു പ്ലേ സ്കൂളിൽ പഠനം തുടങ്ങിയത്. അപ്പൊ അവൻ ആ കാലഘട്ടത്തിൽ പഠിക്കുന്നത് പറവുകളുടെ പേര്, പഴങ്ങളുടെ പേര്. ഇത് പഠിച്ചിട്ട് അവന് കാണണം എല്ലാം. ആപ്പിൾ പഠിച്ചാൽ അവന് ആപ്പിൾ കാണണം, കുയിലിനെ പഠിച്ചാൽ അവന് കുയില് കാണണം, കാണിച്ചു കൊടുക്കണം. ആ ദിവസങ്ങൾ അവൻ പഠിച്ചത് മൃഗങ്ങളുടെ പേര്. ആനയെ പഠിച്ച് ആനയെ കൊണ്ട് കാണിച്ചു കൊടുത്തു, പൂനയെ പഠിച്ച് പൂനയെ കൊണ്ട് കാണിച്ചു കൊടുത്തു, സിംഹം പഠിച്ച് സിംഹത്തെ കൊണ്ട് കാണിച്ചു കൊടുത്ത്, പുലിയെ പഠിച്ച് പുലിയെ കൊണ്ട് കാണിച്ചു കൊടുത്ത്, ചീറ്റയെ പഠിച്ച് പപ്പ ചീറ്റയെ കാണിച്ചു താ, ചീറ്റയെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അന്ന് അവൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ കങ്കാരുവിനെ പഠിച്ചിട്ട് വന്ന്, അപ്പൊ എന്റെ കൈക്ക് പിടിച്ചിട്ട് അവൻ പപ്പ ആനയെ കാണിച്ചു തന്ന്, പൂനയെ കാണിച്ചു തന്ന്, സിംഹത്തെ കാണിച്ചു തന്ന്, കങ്കാരുവിനെ കാണിച്ചു താ പപ്പ. ഈ കങ്കാരുവിനെ കാശ്മീർ കന്യാകുമാരി വരെ പോയാലും കങ്കാരുവിനെ കാണാൻ പറ്റത്തില്ല. കങ്കാരുവിനെ കാണണമെങ്കിൽ ആസ്ട്രിയാവിൽ തന്നെ പോകണം. അന്ന് വൈകുന്നേരം എനിക്കൊരു ടെലിഫോൺ കാൾ ബ്രിസ്ബൻ പട്ടണത്തിൽ നിന്ന്